വളാഞ്ചേരി നഗരസഭ കുടുംബശ്രീ CDSനു കീഴിൽ കൊയ്ത്തുത്സവം നടത്തി. കൊയ്ത്തുത്സവം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറയെ എത്തിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്നതിനും കൃഷിഭവനുമായി സഹകരിച്ച് കർഷകർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ ഉറപ്പു നൽകി. കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിളവിറക്കുന്നതു മുതൽ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ ധനസഹായം നൽകുന്നതിനും നഗരസഭ ഫണ്ട് വകയിരുത്തുമെന്നും ചെയർമാൻ വാഗ്ദാനം നൽകി. ആര്യൻ സംഘകൃഷി ഗ്രൂപ്പിലെ 5 പേർ ചേർന്ന് വടക്കേക്കുളമ്പ് കുന്നത്തോടി നസീറിന്റെ 3 ഏക്കർ പാടം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തു വരുന്നത്. നെല്ലിന് പുറമെ വാഴ, പച്ചക്കറികൾ, മുല്ലപ്പൂ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കൗൺസിലർ CM റിയാസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അബ്ദുൽ അസീസ്, CDS ചെയർപേഴ്സൺ സുനിത രമേശ്, മെമ്പർ സെക്രട്ടറി S സുനിൽകുമാർ, കുടുംബശ്രീ ജീവനക്കാർ, മുൻ കൗൺസിലർമാർ, പ്രദേശവാസികൾ എന്നിവരും സംബന്ധിച്ചു. സൂര്യപ്രഭ അയൽക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിളവെടുപ്പ് അവർ നടത്തിയതിൻ്റെ വിളവെടുപ്പിൻ്റെ ഔപചാരികമായ തുടക്കമാണ് ഇവിടെ നടന്നത്. കുടുംബശ്രീ മിഷൻ്റെയും വളാഞ്ചേരി CDSൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി കൃഷിഭവൻ്റെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ കൃഷി ഇവിടെ ഇറക്കിയത്. നമുക്ക് അറിയാം, ഇന്നത്തെ കൃഷിയിടങ്ങളൊക്കെ തരിശുഭൂമി ആയി കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതിൽ നിന്ന് മാറ്റം വരുന്ന വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വിരലിലെണ്ണാവുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം, വടക്കേക്കുളമ്പ് പ്രദേശം. ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് വളരെ സാമ്പത്തികമായ സഹായങ്ങളും സഹകരണങ്ങളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. വളാഞ്ചേരി നഗരസഭയും കൃഷിഭവനുമൊക്കെ അതുപോലെ സംസ്ഥാന കൃഷി വകുപ്പുമൊക്കെ ഇതുപോലെയുള്ള ഭൂമിയിൽ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു നല്ല വിളവെടുപ്പ് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഈ വിത്തിൽ നിന്നുള്ള നല്ല